ഹായ്, ഇന്ന് ഞങ്ങൾക്കൊരു വർക്കുണ്ടായിരുന്നു. അപ്പം അത് തമിഴ്നാട്ടിലായിരുന്നു വർക്ക്. ഈറോഡ് കഴിഞ്ഞിട്ടാണ്. അവിടെ എവിടെയോ ഒരു സ്ഥലത്തായിരുന്നു വർക്ക്. അപ്പം ഞാൻ അനുചേട്ടൻ്റെ കൂടെ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി. അനുചേട്ടൻ നല്ല ഭയങ്കര വലിയ എന്താ പറയുന്നത് ഗൗരവത്തോടെ വണ്ടി ഓടിക്കുകയാണ്. അപ്പം ഞങ്ങളൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങി ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ് ഇപ്പം ഇതുവഴി പോകുന്നത്. ഇപ്പം അങ്ങോട്ട് പോയി. അവിടെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു വർക്കിന് പോവാണ് ഗൈസ്. നമ്മളെ ഓടിക്കുകയാണ് വണ്ടി. ആദ്യമേ തന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി വണ്ടിക്ക് ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഇറങ്ങിയത്. നമ്മളിപ്പോൾ ഒരു കട നോക്കി പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കടയുടെ പേര് രാമശ്ശേരിയില്ലേ? രാമശ്ശേരി ഇഡ്ഡലി കട. ഇഡ്ഡലി കടയാണോ അത്? ആ ഇഡ്ഡലി കടയിലോട്ട് പോവാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്നൊരു കുഞ്ഞ് കട്ട് റോഡ് കയറിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ രാമശ്ശേരി കട എന്ന് രാമശ്ശേരിപുരം ഞാൻ കണ്ടില്ല. ആയില്ല, അതല്ലൊന്ന് പറയണേ. നല്ലൊരു പ്ലേസ് അല്ലയോ? ചേച്ചി ചേച്ചിയൊക്കെ ചാവാൻ വേണ്ടിയിട്ട് നിൽക്കുക. നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി പോകുന്നതിന് വഴിയാണ്. നല്ല രസം വഴിയൊക്കെ. അവസാനം ഞങ്ങൾ ആ കട കണ്ടുപിടിച്ചിരിക്കുന്നു. അടുത്തൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് കട. സൂപ്പർ സാധനം, ഒരു രക്ഷയില്ല. ചുമ്മാ പറഞ്ഞതല്ല, സംഭവം കൂടായിരുന്നു. പക്ഷേ എന്താ ആ മറ്റേ എണ്ണയ്ക്കത്ത് വെച്ചിരുന്നത് ചമ്മന്തിപ്പൊടിക്കത്ത് എണ്ണ ഒഴിച്ചിട്ട് കഴിക്കുന്ന ഒരു സംഭവം. അത് ഞാൻ ആ കൂട്ടില്ല, എനിക്കത് ചെറിയ ഇഷ്ടപ്പെട്ടു. പക്ഷെ അഞ്ചാൻ ഇഷ്ടപ്പെട്ടു. പക്ഷെ സാമ്പാറും എനിക്ക് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഇതാക്കില്ല. ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. പക്ഷെ ഇഡലി ചമ്മന്തിയും പിന്നെ തക്കാളി ചമ്മന്തി ഒന്നുണ്ടായിരുന്നു. അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. സാമ്പാർ ഞാൻ ചിരി എടുത്തോളൂ, പക്ഷെ അഞ്ചിന് സാമ്പാർ എടുത്തില്ല. മറ്റേ ചമ്മന്തിയും ആ സംഭവവും മറ്റേ ടൊമാറ്റോ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ചട്നി ഉണ്ടായിരുന്നല്ലോ, അതും കൊള്ളായിരുന്നു. പൊതുവേ ഞാൻ സാമ്പാർ എന്നെ കൊണ്ടുവന്ന ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ ഞാൻ തിന്നിട്ടുണ്ട്. ഇതുവഴിയില്ലേ നമ്മൾ വന്നേ? ഇതുവഴിയില്ലേ നമ്മൾ വന്നേ? ഇതുകൊണ്ട് ഇത് ഒരു ഇത് മറ്റില്ല, ഇതാണല്ലേ കോഴിയാണല്ലേ ഇത്. ഇവിടെ ചെറുക്കാൻ പറ്റും കുളി ഒരു കുളിച്ച് നല്ല സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. നമുക്ക് 2-3 ഫോട്ടോസ് ഒക്കെ എടുക്കാം. നല്ല കളിച്ചിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട് കയറി നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈറോഡാണ് ചെല്ലേണ്ടത്. ഈറോഡ് ചെന്നിട്ടാണ് നമുക്ക് പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല റോഡായിരുന്നു കേട്ടോ, നല്ല ഹൈവേ പോലുള്ള നല്ല റോഡ്. നേരെ ഡ്രൈവ് ചെയ്തങ്ങ് പോയാൽ മതി. ഏകദേശം നമ്മൾ അവിടെ എത്തി. ഈറോഡ് നമുക്ക് കുറച്ച് നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യണം, ടൈം പോകണം. നമ്മളെ സൂപ്പർ സ്ഥലം, നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് എവിടാ എന്നറിയാതെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഈ വഴിയിലൂടെ എവിടാണ് നമുക്കറിയത്തില്ല. ഏതോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് നോക്കി നമ്മൾ പോവാണ്.
നമ്മൾ ഇച്ചിരി നേരത്തെ ആയിപ്പോയി നമ്മുടെ ലൊക്കേഷനിൽ എത്തിയത്. പക്ഷെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേസ് നോക്കി പോവാണ്. ഗൂഗിൾ മാപ്പ് എവിടേക്കോ കാണിക്കുന്നുണ്ട്, അങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് അല്ലേ? ഓൾമോസ്റ്റ് നമ്മളവിടെ ഇങ്ങനെ ഞങ്ങളെ വീണ്ടും ഈ ഗൂഗിൾ മാപ്പ് ഹൈവേ കൊണ്ട് കയറ്റിയിരിക്കുന്നത് നമ്മൾ. അത് തന്നെ എല്ലാം തോന്നല്ലേ, ഇത് വേറെ ഏത് പെട്രോളാണ് അതെല്ലാം തോന്നുന്നു. ഇത് വേറെ ഏതാണ് എന്താണ് ഇൻഡിക്കേറ്റർ വേറെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു ഹെൽമെറ്റ് പോലും ഇടത്തില്ല ഡ്രൈവറും ടൂ വീലർ ഓടിക്കുന്നത്. അവർ ചിലപ്പോൾ നല്ല ദൂരത്തിൽ ലോങ്ങൊക്കെ ആയിട്ട് വരുന്നല്ലേ. ഡ്രൈവിംഗ് ശരിയല്ല ഇങ്ങനെ അത് സംഭവം കൊള്ളാം. പക്ഷെ അത് അത്രയ്ക്ക് ഇന്ന സമയത്തിനൊക്കെ ഉള്ളതായിരിക്കും. അത് നല്ലൊരു ഇതാണ്. ലേഡീസിന് മാത്രം. അതിന് ഇവിടെ ഓരോ സ്ഥലത്തോട്ട് പോകുന്ന ഒരു നമ്പേഴ്സ് ആയിരിക്കും വണ്ടിക്കുള്ളത്. നമ്മളിവിടെ കാർ നിർത്തുന്ന സൂപ്പർ ഒരു ലൊക്കേഷനാണ് പ്ലേസ്. എന്ത് ഭംഗി നോക്കി സ്ഥലം കാണാനായിട്ട് നമ്മളിവിടെ വന്നിരിക്കും. നല്ലൊരു പ്ലേസ്, നല്ല വെയിലും ഉണ്ട് കേട്ടോ. പക്ഷെ നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ഒരു പീസ്ഫുൾ സ്ഥലം. പക്ഷെ ഭയങ്കര വെയിലാണ്, അങ്ങനെ പീസ്ഫുൾ ആക്കാൻ പറ്റത്തില്ല. ഫൈനലി നമ്മളവിടെ റീച്ച് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് സംഭവം കാണാൻ വേണ്ടിയിട്ട്. നല്ലേ. ഇവിടെ നേരെ നമ്മൾ വേറെ ടെമ്പിളിലോട്ടാണ് പോയത്. നല്ല രസമുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെയാണ് പോകുന്നത്. ഒരു അമ്പലത്തിലോട്ടാണ് ഈ വഴി പോകുന്നത്. ഇതൊക്കെ മറ്റേ കോഴികളാണ് കേട്ടോ. നല്ലൊരു പ്ലേസാണ്. അവിടാണ് അമ്പലം. ഉണ്ടോ അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത്. മണ്ടയിലാണ് തോന്നുന്നു ഒരു വലിയ ഇത് ഒക്കെ ഉണ്ട്. ഇതാണ് അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴുള്ള എൻ്റെ പൊന്നി ഇത് കിട്ടുവാണെന്ന് നോക്കും. നല്ല ഭംഗിയാണ്, നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നല്ല കാറ്റും അത് കണക്ക് മഴയുടെ ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. നമുക്ക് അതിൻ്റെ ഇതിലോട്ട് പോകാൻ നോക്ക്. ഇതാണ് അമ്പലത്തിൻ്റെ സൈഡ് ഭാഗം. ഇവിടെ നമ്മൾ പുറത്തോട്ട് നോക്കിയത്. ഈ അമ്പലത്തിൻ്റെ അകത്തെ ഭാഗം നമുക്ക് നോക്കാം. ഇതാണ് അകത്തത്. എന്ത് ഇൻറ്റീരിയർ വർക്കാണെന്ന് നോക്കി, എന്ത് ഭംഗിയാണ്, നല്ല സൂപ്പർ ഭംഗി. ഇത് എൻ്റെ ഫോണിലെടുത്തല്ല കേട്ടോ, ചേട്ടൻ്റെ ഐഫോണിലെടുത്തത്. ഇത്രയും നല്ലോണം അത് കിട്ടി, ഭയങ്കര ഭംഗിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ നൈറ്റ് ഇറങ്ങിയത് കേട്ടോ. തമിഴ്നാട്ടിൽ വന്നിട്ട് ഗൂഗിൾ മാപ്പ് ഞങ്ങളെ പറ്റിച്ചു. ATM തപ്പിപ്പോയതാണ് ഞങ്ങൾ ഈ സ്ഥലത്ത്. നിങ്ങളിത് കാണാം. ATM ഞങ്ങൾ തപ്പി വന്നത് ഒരു ഗ്രാമത്തിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ അവിടെ ഉള്ളൊരു അപ്പൂപ്പൻ പറഞ്ഞു തന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ അന്വേഷിച്ച് വന്ന ATM ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്. ഗൂഗിൾ മാപ്പ് ഞങ്ങൾ ഇതുവരെ ചതിച്ചിട്ടൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഇതെന്താണെന്നറിയത്തില്ല, എന്തോ
നടന്നു പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടുത്തെ വീടുകളൊന്നല്ല കേട്ടോ. അങ്ങനെ ഗൂഗിൾ അമ്മച്ചി ഞങ്ങളെ വഴിതെറ്റിച്ച് ഒരിടത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് നടന്ന് വീണ്ടും റൂമിലോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ബൈ ബൈ. നാളെ അടുത്ത പാർട്ടായിട്ട് കാണാം. സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ എന്തൊരു വീഡിയോ ഇടുന്നതാണ് ഇവിടുത്തെ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന്.